ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഹോമം ചെയ്യുന്നത് സമ്മതമാണ്. പ്രിയരെ, ചെമ്പഴന്തി വയൽവാരം വീടിന് സമീപത്തെ മണക്കൽ ക്ഷേത്രവും അതിനോട് ചേർന്ന സ്ഥലങ്ങളും അതിന്റെ അവകാശികൾ ഒരിക്കൽ ഗുരുദേവന്റെ പേർക്ക് ദാനാധാരം എഴുതുകയുണ്ടായി. അവരുടെ അപേക്ഷയെ തുടർന്ന് ഒരു ദിവസം ആ ദാനാധാരം വാങ്ങുന്നതിനായി ഗുരുദേവൻ ചെമ്പഴന്തിയിൽ എത്തിച്ചേർന്നു. ആ വിവരമറിഞ്ഞ് ഗുരുദേവന്റെ അമ്മാവൻ കൃഷ്ണൻ വൈദ്യന്റെ ചെറുമകൻ ദാമോദരൻ വൈദ്യരും ഒട്ടേറെ നാട്ടുകാരും അപ്പോൾ അവിടെ സന്നിഹിതരായിട്ടുണ്ടായിരുന്നു. അവരുമായി ഗുരുദേവൻ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അതിനു സമീപത്തുള്ള മുളക്കൽ ഭവനത്തിലെ ഒരമ്മയും മകളും വളരെ വിഷമത്തോടെ അവിടേക്ക് വന്നു. ഒരു കാലത്ത് വളരെ സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു മുളക്കൽ ഭവനം. പിന്നീട് രോഗങ്ങളും ആപത്തുകളും മരണങ്ങളും അടിക്കടി ഉണ്ടായതോടെ ആ കുടുംബം ക്ഷയിക്കുകയും ദാരിദ്ര്യത്തിൽ പെട്ടുപോവുകയും ചെയ്തു. അതിൽ നിന്നെല്ലാമുള്ള രക്ഷയ്ക്കായി ഒട്ടേറെ മന്ത്രവാദങ്ങളും പൂജാതി കർമ്മങ്ങളുമൊക്കെ അവർ നടത്തുകയുണ്ടായി. പക്ഷേ അതുകൊണ്ടൊന്നും അവരുടെ കഷ്ടകാലം മാറിയില്ല. വീണ്ടും പരിഹാരം തേടി പല ജ്യോത്സ്യന്മാരെയും ആ അമ്മയും മകളും കണ്ടുവരികയായിരുന്നു. ഒടുവിൽ ഒരു ജ്യോത്സ്യൻ ചില പരിഹാരക്രിയകൾ നടത്താമെന്നേറ്റു. അതിനുവേണ്ടുന്ന സാധന സാമഗ്രികളുടെ വലിയൊരു ചാർത്തും അദ്ദേഹം എഴുതി നൽകി. എന്നാൽ അവയിൽ ഒരിനം പോലും വാങ്ങാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല. ആ ധർമ്മസങ്കടം ഗുരുദേവന് മുന്നിൽ ഉണർത്തിക്കാനാണ് ആ അമ്മയും മകളും കൂടി ആ നേരത്ത് ഗുരുസന്നിധിയിൽ എത്തിച്ചേർന്നിരുന്നത്. അവരുടെ സങ്കടങ്ങളെല്ലാം ഗുരുദേവൻ കേട്ട ശേഷം 4 പനയോലകളിലായി എഴുതി നിറച്ചിരുന്ന ആ ചാർത്ത് വാങ്ങി നോക്കി. എന്നിട്ട് അത് അവിടെ നിന്നിരുന്ന വേലുവൈദ്യൻ എന്നൊരു പ്രശസ്തനായ ജ്യോത്സ്യന്റെ കയ്യിൽ കൊടുത്തു. വൈദ്യൻ ആ പനയോല ചാർത്ത് നോക്കി നിൽക്കെ ഗുരുദേവൻ ചോദിച്ചു, ചാർത്ത് പ്രകാരം വൈദ്യൻ അത് ചെയ്തു തീർക്കാമോ? വേലുവൈദ്യൻ, ഈ ചാർത്ത് പ്രകാരം ചെയ്യുന്നതിന് 1000-ലധികം രൂപയുടെ ചെലവ് വരും സ്വാമി. ഗുരുദേവൻ, ഓ അങ്ങനെയോ, അവർക്ക് ഉണ്ടായിരുന്ന സ്വത്തുകൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. മുളക്കലമ്മയുടെ ദൈന്യത കണ്ടിട്ട് ഗുരുദേവൻ മറ്റൊരു ജ്യോത്സ്യനോടായി ചോദിച്ചു, ഇത് ചെലവ് കൂടാതെ ചെയ്തു തീർക്കാമോ? അതിനുള്ള കഴിവ് തനിക്കില്ലെന്ന് പറഞ്ഞ് ആ ജ്യോത്സ്യൻ ഒഴിഞ്ഞുമാറി. അപ്പോൾ ഗുരുദേവൻ വേലുവൈദ്യന്റെ കയ്യിൽ നിന്നും ആ ചാർത്ത് തിരികെ വാങ്ങി വീണ്ടും അത് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. എന്നിട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയായിരുന്ന മുളക്കലമ്മയോടായി ചോദിച്ചു, നാം ഒരു ഹോമം ചെയ്യുന്നത് സമ്മതമാണോ? തൊഴുകൈയോടെ ആ അമ്മ അത് മതി എന്നറിയിച്ചു. അപ്പോൾ ഗുരുദേവൻ ചാർത്തിന്റെ ഒരറ്റത്ത് തീ പിടിപ്പിച്ചു. ക്ഷണനേരം കൊണ്ട് അത് ചാമ്പലായി തീർന്നു. ആരും ഒരക്ഷരം പോലും ഉരിയാടാതെ അത് കണ്ടു നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഗുരുദേവൻ ഇങ്ങനെ കൽപ്പിച്ചു, അരിഷ്ടതകളും ദുരിതങ്ങളുമെല്ലാം ഇതോടെ നശിച്ചു. ആ സംഭവത്തോടുകൂടി മുളക്കൽ ഭവനത്തിന്റെ ദുരിതങ്ങൾക്ക് ശമനമുണ്ടായി. ക്രമേണ അവർ അഭിവൃദ്ധിയിലേക്ക് ഉയരുകയും ചെയ്തു. സ്നേഹപൂർവം, രഞ്ജൻ, കയനാട്.